എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചിട്ട് അത്ര എത്തിയില്ല. സാധാരണ നോർമലായിട്ട് എനിക്ക് കിട്ടുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായിട്ട് ഇതിനെ കിട്ടാറുണ്ട് നോർമലായിട്ട് തന്നെ. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടിയതുകൊണ്ട് ഹാപ്പിയാണ്. ഈസി ഭയങ്കര എളുപ്പമായിരുന്നു. മറ്റേ സുഖമായിട്ട് എഴുതാൻ പറ്റി. അതും കൂടി മറ്റേ ടൈപ്പും കൂടി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അതും കൂടി ഉൾപ്പെടുത്തണം. സോ വെൽക്കം ബാക്ക് ടു കീർത്തന സുബ്രഹ്മണ്യൻ ഇൻ വണ്ടർലാൻഡ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് എന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് പറയാതാണ് ഞാൻ ഇടും എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇടാൻ വേണ്ടി ഗൈസ്. സോ നമുക്ക് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഞാൻ എൻ്റെ ഇൻറ്റേർണൽ മാർക്സ് റിവീൽ ചെയ്യാൻ പോകണം കേട്ടോ. സോ റിവീലിംഗ് മൈ ഇൻറ്റേർണൽ മാർക്സ്. അപ്പോൾ ഞാൻ സെക്കൻഡ് സെമ്മിൻ്റെ ഇൻറ്റേർണൽ മാർക്സ് ഇപ്പോൾ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടമെന്ന് എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കുറേ ആൾക്കാരെ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നത് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് പേപ്പറൊക്കെ വാങ്ങിച്ചു. ആൻഡ് ഇന്ന് ഹിന്ദി എക്സാം ഉണ്ടായിരുന്നു ഗൈസ്, മെയിൻ എക്സാം. ആൻഡ് സോ ഈസി ഗൈസ്. അതാണ് എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പറയാം കേട്ടോ. ഓരോ മാർക്സിനും ഞാൻ വെച്ച ഓർഡർ തന്നെ കേട്ടോ, വേറെ മാറ്റമൊന്നുമില്ല, വെച്ച ഓർഡർ തന്നെ പറയാം. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് തുടങ്ങാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫാനിൻ്റെ ഇത് കുറച്ചാണ് കേട്ടോ, ശബ്ദത്തിന് വോയിസിന് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓർഡർ തന്നെ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് എനിക്ക് കുറച്ച് വിഷമമുള്ള പോലെ രീതിയിലാണ് മാർക്ക്. എന്ന് വെച്ചാൽ എനിക്ക് ലിറ്ററലി എല്ലാത്തിലും മറ്റേ കഴിഞ്ഞ സെറ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഒരെണ്ണത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് എനിക്ക് കുറഞ്ഞ് അങ്ങനെ മോശമല്ല, എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചിട്ട് അത്ര എത്തിയില്ല. സാധാരണ നോർമലായിട്ട് എനിക്ക് കിട്ടുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഒരിക്കലും അത്ര അപൂർവമായിട്ട് കുറയുന്നതാണ് എനിക്കിതിന്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാണ്. ഞാൻ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഹിന്ദിയിൽ ഗൈസ് എനിക്ക് മാർക്ക് കുറഞ്ഞു ഗൈസ്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ സമ്മറി മാത്രം കുറച്ച് നോക്കിപ്പോയി. ഇപ്രാവശ്യം ഞാൻ നന്നായിട്ട് ചെയ്തു. ഈ ഒരു എക്സാം എളുപ്പമായിരുന്നു, മെയിൻ എക്സാം. സമ്മറി എല്ലാം കാര്യം അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് അതിനനുസരിച്ച് കുറച്ചുകൂടി കൂടുതൽ പഠിച്ചു. പക്ഷേ ഇതിന് ഞാൻ സമ്മറി മാത്രം നോക്കി ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം മാർക്ക്. ഹിന്ദിയുടെ മാർക്ക് എനിക്ക് 50ൽ 30 ഗൈസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 50 വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് നോർമലായിട്ട് പറഞ്ഞ് നോക്കുമ്പോൾ അത് മോശമൊന്നുമല്ല. കാരണം ക്ലാസ്സിൽ ഏകദേശം ഈ 30 നല്ല മാർക്ക് തന്നെയാണ് എല്ലാവരും നോക്കി നോക്കും. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം എനിക്ക് 50 സാധാരണ ഒരു 40 എനിക്ക് 40 ആ ഒരു ഇതിലാണ്, 40-41 ആ ഒരു ഇതിലാണ് വരാം ഗൈസ്. എനിക്ക് 30 എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു 35-ൻ്റെ താഴെ വെച്ചാൽ ഒരു 38-30 ആ ഒരു ഇതിലാണെങ്കിലും പോലും എനിക്ക് ഇത്ര വിഷമമുണ്ടാവില്ല. പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പോലെ എനിക്കിതായിട്ടോ നമ്മൾ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ എക്സാം പറഞ്ഞത് അതുകൊണ്ടൊരു സന്തോഷം ഭയങ്കര എനിക്കിതായിട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ ഒരു മാർക്ക് കിട്ടുന്നത്. ഒരു 40 അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സമ്മറി മാത്രം നോക്കിക്കൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു ഫസ്റ്റ് 1 വേർഡ് തന്നെ എനിക്ക് കുറച്ച് പാന്ന് വെച്ചാൽ എന്തോ ചെറിയൊരു മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. പിന്നെ essay ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, 2 അതിൽ ഒരെണ്ണം എടുത്ത് അങ്ങനെ അറിഞ്ഞില്ല. അതുകൊണ്ടും കൂടി പ്രശ്നം. പിന്നെ ട്രാൻസ്ലേഷൻ ഒന്നും പ്രശ്നം വന്നു കേട്ടോ, മെയിൻ എക്സാമിനൊക്കെ വന്ന്. പക്ഷെ ഇതിൽ വന്നില്ല. അതൊക്കെ അത് തോന്നുന്നുണ്ട് മെയിനായിട്ട്. പിന്നെ എന്തോ ഞാൻ ചെറിയ മിസ്റ്റേക്സൊക്കെ വരുത്തി. പക്ഷെ അധികം ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്ക് പത്തായി. അപ്പോൾ അതിൽ 50-ൽ 30 അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇതുണ്ട്. പക്ഷേ അത് ഞാൻ ഇമ്പ്രൂവ് ആക്കും. ഇനി ഇപ്പോൾ ഈ ഒരു മെയിൻ എക്സാമിനെ നല്ലപോലെ ഇമ്പ്രൂവ് ആക്കി. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു എക്സാം ഇന്നത്തെ എക്സാം നല്ല എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലെ ഇമ്പ്രൂവ് ആക്കും, മാർക്ക് കുറയ്ക്കാണ്ട് നോക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് മാർക്ക് കേട്ടോ ഹിന്ദി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് നോക്കാം. സെക്കൻഡ് എനിക്ക് വന്നിരിക്കുന്നത് AEC ആണ് കേട്ടോ. അപ്പോൾ ലിറ്ററലി പറയുന്നത് ഞാൻ ഭയങ്കര ടോപ്പർ സ്റ്റുഡൻ്റ് ഒന്നുമല്ല, എന്നാൽ ഭയങ്കര താഴത്തെ സ്റ്റുഡൻ്റ് ഒന്നുമല്ല, സാധാരണ പോലെ പഠിക്കുന്ന കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് AECയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 50-ൽ 35 കേട്ടോ ഗൈസ്. എനിക്ക് ഇതിൽ നല്ല സെക്കൻഡാണ് കേട്ടോ ക്ലാസ്. ഇതെനിക്ക് ഞാൻ ഫസ്റ്റൊക്കെ എനിക്ക് ഫസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൽ സെക്കൻഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. യെസ്, ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് എനിക്ക് ഈ ഒരു മാർക്കിന് കിട്ടാറ് കേട്ടോ. ഒന്നെങ്കിൽ ഭയങ്കര കൂടുതലൊന്നും കിട്ടാറില്ല. എനിക്ക് എന്ന് വെച്ചാൽ 35 തൊട്ട് ആ ഒരു ഇതിലെന്നെ കിട്ടാറ് കേട്ടോ, നോർമലായിട്ട് തന്നെ. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടിയതുകൊണ്ട് ഹാപ്പിയാണ്. കഴിഞ്ഞ പ്രശ്നം കുറച്ചുകൂടി കൂടിയൊന്നുണ്ട്. കഴിഞ്ഞ പ്രശ്നം കുറച്ച് അത്ര വ്യത്യാസം ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തായാലും നോർമൽ പോലെ തന്നെ എല്ലാം 1 വേർഡ് കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് എക്സാം ഈസിയർ നല്ല എളുപ്പമായിരുന്നു. അത് ഇതിനെക്കാട്ടും എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അല്ലാതെ പോയം ആയതുകൊണ്ടായിരിക്കും കുറച്ചെങ്കിൽ മാർക്ക് കുറയും. കാരണം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സുഖമായിട്ടൊന്നും എഴുതാം. പക്ഷെ പോയമ്പോൾ എനിക്ക് എന്തോ എനിക്കങ്ങനെ നോർമൽ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, എനിക്ക് പാടാട്ടോ. പക്ഷേ ഇപ്രാവശ്യം മറ്റേ മെയിൻ എക്സാമിന് ഫസ്റ്റ് എക്സാം ഈസിയർ ഭയങ്കര എളുപ്പമായിരുന്നു. മറ്റേ സുഖമായിട്ട് എഴുതാൻ പറ്റി. പിന്നെ കുറച്ച് സമയം ഉണ്ടാകുന്ന കുറച്ച് എഴുതാൻ പറ്റായിരുന്നു. അതും കൂടിയാണ് എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞത്. പിന്നെ അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. 35 നല്ല മാർക്കാണ് കേട്ടോ എനിക്ക് 50-ൽ. അപ്പോൾ അതൊന്നും കേട്ടോ. സെക്കൻഡ് നമുക്ക് തേർഡ് നോക്കാം. തേർഡ് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ എൻ്റെ MDC ആണ് കേട്ടോ ഗൈസ്. അതിലെനിക്ക് 50 തന്നെയാണ് കേട്ടോ. നമ്മളെ പ്രാക്ടിക്കൽ ഇല്ലാത്തതിനൊക്കെയാണ് കേട്ടോ ഗൈസ്. പ്രാക്ടിക്കൽ ഇല്ലാത്തതിനൊക്കെയാണ് 50, മറ്റേതൊക്കെ 70 കേട്ടോ. അപ്പോൾ ഇതിൽ 50-ൽ എനിക്ക് 39 കേട്ടോ ഗൈസ്.
എന്ന് മൾട്ടിമീഡിയ ഫസ്റ്റായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം MBB ആയിരുന്നു മറ്റേ ക്രിയേറ്റീവ് ആൻഡ് ബിസിനസ് സംഭവം. അപ്പോൾ ഇപ്രാവശ്യം MD മൾട്ടിമീഡിയ ആക്കി ഗൈസ്. അതിൽ 50-39 ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ പ്രതീക്ഷിച്ചില്ല ടൂക്കും സത്യമായിട്ടും. എനിക്ക് എളുപ്പം തന്നെയായിരുന്നു, ഞാൻ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല അത്ര കിട്ടും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ വിചാരിച്ചിട്ട് കൂടുതൽ കിട്ടി, ഭയങ്കര സന്തോഷം. പിന്നെന്താണ് മെയിനായിട്ട് പറയുന്നത്, സംഭവങ്ങളൊക്കെ എഴുതി, സാധനങ്ങളൊക്കെ എഴുതി. പിന്നെ അങ്ങനെ ഞാൻ രാത്രി എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പെട്ടെന്ന് എണിച്ച് പോകണം. കുറേ നേരം ഇരുന്ന് ഫുള്ള് ആ എക്സാം ഫുൾ സമയം ഇരുന്ന് എഴുതിയിട്ട് ഞാൻ പോവുള്ളൂ കേട്ടോ. എക്സാമിന് ശേഷം ചിലപ്പോൾ അതിനെക്കാട്ട് ഒരു 5 മിനിറ്റ് കൂടുകയും ചെയ്യും ചിലപ്പോൾ. എക്സാം സമയം ടൈമിന് കഴിഞ്ഞതിന് ശേഷം. മെയിൻ എക്സാം അല്ല, ഇൻ്റർണൽ എക്സാം. മെയിൻ എക്സാം ആണെങ്കിൽ കറക്റ്റ് ആ സമയം നമ്മൾക്ക് എടുക്കൂല അവർ പേപ്പർ അങ്ങനെ. അപ്പോൾ പിന്നെ എല്ലാത്തിനും എഴുതി, essay കാര്യത്തിലൊക്കെ എഴുതി, മാർക്കുണ്ട് അത്യാവശ്യം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇത് നല്ലൊരു മാർക്ക് തന്നെയാണ്. ഹാപ്പിയാണ് കേട്ടോ ഞാൻ മാർക്കിൽ. അപ്പോൾ 50-39 നമ്മുടെ MDCക്ക് മൾട്ടിമീഡിയ. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഞാൻ ഭയങ്കര സന്തോഷിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മാർക്കാണ് ഇനി വരാൻ വേണ്ടി 2 നമ്മുടെ ഫസ്റ്റ് 1 ഇലക്ട്രോണിക് മീഡിയൻ്റെ മൈനർ 1. അതിൽ ഗൈസ് ഞാൻ ഫസ്റ്റാണ്. എനിക്ക് 70-58 ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 30 എത്ര ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 30 ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ അത് മോശം മാർക്കല്ല, പക്ഷേ എന്തായാലും എനിക്കൊരു ലിറ്ററലി എനിക്ക് കുറച്ചുകൂടി മാർക്ക് വേണമെന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ സാധിച്ചു ഗൈസ്. എനിക്ക് ഗുഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗുഡ് നല്ല മാർക്ക് കിട്ടിയതുകൊണ്ടുവന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഗുഡൊക്കെ കിട്ടി. പിന്നെന്താ 58 നല്ലൊരു മാർക്കാണ്. ഞാൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു സത്യമായിട്ട് പറഞ്ഞാൽ. ഞാൻ ഫസ്റ്റ് തൊട്ട് ഫുൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൈനർ 1 ഫുള്ളായിട്ട് കുറേ ശ്രദ്ധിച്ചിരുന്നു. കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ മൈനറിന്. കുറേ ഫുള്ളായിട്ടൊന്ന് പഠിച്ചുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈ ഒരു മാർക്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം. ഇനി 60 മുകളിലുള്ളൊരു ഇത് വരണം. ഈ ഒരു ഇതന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഇനി നമ്മുടെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൈനർ 1 നല്ല എളുപ്പം തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. 70-58 മാർക്ക് ഇട്ട് ഗൈസ്. പിന്നെ ഇതിന് എല്ലാം 1 വേർഡ്സ് എസ്സേകളിലൊക്കെ മാർക്കുണ്ട്, എല്ലാത്തിനും മാർക്കുണ്ട് കേട്ടോ. ഞാൻ എല്ലാം അറ്റംപ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. സോ അതാണ് നമുക്ക് നെക്സ്റ്റ്. ഇപ്പം ഇതാണ് എനിക്ക് ഇന്ന് കിട്ടിയത് കേട്ടോ. ഈ ഒരു പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്ര ദിവസം ഇടാണ്ടിരുന്നത് കേട്ടോ. നമ്മുടെ മാർക്സ് റിവീലിംഗ് അല്ലെങ്കിൽ നേരത്തെ ഇട്ടാനെ. കാരണം ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി വാങ്ങിച്ചു. എനിക്ക് ഇതാണ് ഇൻറ്റഗ്രേറ്റഡ് മീഡിയ. ഇത് നമ്മുടെ ഇലക്ട്രോണിക് മീഡിയ മൈനർ 1. ഇത് ഇൻറ്റഗ്രേറ്റഡ് മീഡിയ മൈനർ 2 ആണ് കേട്ടോ. ആൻഡ് ഇതിൽ എനിക്ക് 70-56 ഗൈസ്. ഇതും ഞാൻ ഹാപ്പിയാണ് കേട്ടോ, നല്ല ഹാപ്പിയാണ്. ഞാൻ ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം മൈനർ 2 സമയം കുറവായിരുന്നു. മൈനർ 1 അത്യാവശ്യം സമയം ഞാൻ പറഞ്ഞു ഫസ്റ്റ് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങി. അത്രയും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഫസ്റ്റ് തൊട്ട് പഠിച്ചിട്ടും ഫുള്ളായിട്ട് കറക്റ്റായിട്ട് വന്നത്. അത്രയും സമയത്തിനുള്ളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ പിന്നെ ഒന്നിനും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതാണ് മെയിൻ തോന്നുന്നുണ്ട്. ഒന്നിനും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഫുൾ അടുത്തത് 17-18 അങ്ങനെ റേഞ്ചിലായിരുന്നു. എന്ന് വെച്ചാൽ ഓരോന്നതിന് മാത്രം മേജറിനാവുന്നുണ്ട്. 2 ദിവസം സമയം, അത് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ അതിലും ഗ്യാപ്പ് ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ടായിരിക്കും കുറച്ച്. പക്ഷേ ഇതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. 70-56 ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് മാർക്ക് മോശമൊന്നും മാർക്ക് കിട്ടില്ല, എന്നാലും ഇത്ര കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ 1 വേർഡ്സ് എല്ലാത്തിനും നല്ല മാർക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ 6 മാർക്ക് മറ്റേ 19 essay ക്വസ്റ്റ്യൻസിനും മറ്റേനൊക്കെ എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടും. ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഈ മാർക്കിൽ. അതുപോലെ എഴുതാൻ പറ്റി. അപ്പോൾ എനിക്ക് 56-70 ഇൻറ്റഗ്രേറ്റഡ് മീഡിയ. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ മേജർ കേട്ടോ. മേജർ സമയം ഉണ്ടായിരുന്നു. എനിക്ക് സാധാരണ കിട്ടുന്ന പോലെ തന്നെ മാർക്കാണ്. കുറച്ചും കൂടി എനിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സമ്മറി മാത്രം നോക്കി പോയിട്ട് കുറച്ചും കൂടി മറ്റേ ടൈപ്പും കൂടി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അതും കൂടി ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതോടുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഞാൻ തീരുമാനിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എനിക്ക് മേജറിന് എന്ന് വെച്ചാൽ AC മേജറാണ് മെയിൻ കേട്ടോ. അതിൽ സെക്കൻഡ് മെയിനായിട്ടുള്ള മേജറിന് എനിക്ക് 70-54 എന്ന് വെച്ചാൽ 55 കേട്ടോ. 54 കോമൺ ആയിട്ട് 55 ആയിട്ട് കൺവേർട്ടോ. സോ അങ്ങനെ എനിക്ക് 70-54 കേട്ടോ ഗൈസ്. ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണ് ഭയങ്കര സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. പിന്നെ എന്താണ് മെയിൻ പോൾസുകൾ നോർമലായിട്ട് എന്താണ് എല്ലാം പറയണം. ക്വീൻ എല്ലാം കാര്യങ്ങളും നല്ല എളുപ്പവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം കാര്യങ്ങളും ഭയങ്കര അധികം പറഞ്ഞു 1 വേർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ സമ്മറിൻ്റെ അല്ലാണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കണം, കുറച്ചുകൂടി വായിക്കണം. സോ അതും കൂടി ഞാൻ തീരുമാനിച്ചു ഇപ്രാവശ്യം അങ്ങനെ ചെയ്യും. പിന്നെ എന്താ മെസ്സേജ് കാര്യങ്ങളോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റണം. അതാണ്. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ 70-54 എന്ന് വെച്ചാൽ 55 ഹാപ്പിയുണ്ട് ഞാൻ. ഇതിന് ഈ ഹിന്ദിയിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ വിചാരിച്ചിട്ടുണ്ടായിട്ടും. ബാക്കി എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വിചാരിച്ചിന് അത്രയാണ് കേട്ടോ നേടിയത്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മോശമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു മുഖത്ത് സന്തോഷം. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്ക്. 6 ആണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ. BA ഇംഗ്ലീഷ് 6 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. 6 സബ്ജക്ട്സ് ആണുള്ളത്. സോ ഇതിൻ്റെ 6 എണ്ണത്തിന് മാർക്ക് പറഞ്ഞു. അതിൽ മാർക്ക് ഏറ്റവും കുറഞ്ഞത് ഹിന്ദിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിരിക്കില്ല കേട്ടോ. ആൻഡ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് മൈനർ 1 ആയിട്ടുള്ള ഇലക്ട്രോണിക് മീഡിയ 58. സോ
അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതും. അപ്പം നിങ്ങളിലൊക്കെ എങ്ങനെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ ആൾക്കാർക്ക് എക്സാം നടക്കുന്നുണ്ട്, അവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക, നന്നായി എഴുതാം, ആൻഡ് അതുപോലെ തന്നെ നല്ലപോലെ മുന്നോട്ട് പോവുക, നല്ലപോലെ ഇരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ മാർക്കൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ്സിൽ പറയാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു, എന്തായാലും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.